കാലത്ത് പെട്ടെന്ന് പണം ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ ഒരു അനുഗ്രഹമാണ് അല്ലേ? വളരെ എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ഈ എളുപ്പം ചിലപ്പോൾ ഒരു കെണിയായേക്കാം. തുടർച്ചയായി പേഴ്സണൽ ലോൺ എടുക്കുന്ന ശീലം ഭാവിയിൽ നിങ്ങളെ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ കൊണ്ടുവന്നെത്തിച്ചേക്കാം. അത്തരത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന 7 പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, ഉയർന്ന പലിശ നിരക്ക്. പേഴ്സണൽ ലോണുകൾക്ക് സാധാരണയായി 10% മുതൽ 24% വരെ ഉയർന്ന പലിശയാണ് ഈടാക്കുന്നത്. ഓരോ തവണ ലോൺ എടുക്കുമ്പോഴും ഈ വലിയ പലിശ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം EMI അടയ്ക്കാൻ മാത്രമായി മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടാക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പേഴ്സണൽ ലോൺ എടുക്കുക. പകരം ഗോൾഡ് ലോൺ, സ്ഥിര നിക്ഷേപത്തിന്മേലുള്ള ലോൺ എന്നിവ പരിഗണിക്കാവുന്നതാണ്. രണ്ടാമതായി, ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കും. തുടർച്ചയായി ലോൺ എടുക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കും. ഓരോ തവണ ലോണിന് അപേക്ഷിക്കുമ്പോഴും സ്ഥാപനങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിക്കും. സ്കോർ കുറഞ്ഞാൽ ഭാവിയിൽ മറ്റു ലോണുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാകും. മൂന്നാമതായി, കടബാധ്യതയുടെ ഭാരം. ഒന്നിനു പുറകെ ഒന്നായി ലോൺ എടുക്കുന്നത് നിങ്ങളെ വലിയ കടക്കെണിയിലാക്കും. ഒരു ലോൺ തിരിച്ചടയ്ക്കാൻ മറ്റൊരു ലോൺ എടുക്കുന്ന രീതി അപകടകരമാണ്. ഇത് നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കുക മാത്രമല്ല, വലിയ മാനസിക സമ്മർദ്ദത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാകും. ബഡ്ജറ്റ് തയ്യാറാക്കി അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയാണ് ഇതിനുള്ള പോംവഴി. നാലാമതായി, സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ലോൺ തിരിച്ചടയ്ക്കാൻ പോകുമ്പോൾ റിട്ടയർമെന്റ് ജീവിതം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട് വാങ്ങൽ തുടങ്ങിയ നിങ്ങളുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കാതെ വരും. ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് വേണം ലോൺ എടുക്കാൻ. അഞ്ചാമതായി, മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. തുടർച്ചയായ ലോണുകൾ സാമ്പത്തിക ഭാരം മാത്രമല്ല, മാനസിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കും. ലോൺ എടുക്കുന്നതിന് മുൻപ് കുടുംബവുമായി ആലോചിക്കുന്നതും ആവശ്യമെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ സഹായം തേടുന്നതും നല്ലതാണ്. ആറാമതായി, എളുപ്പത്തിൽ ലോൺ കിട്ടുന്നത് അനാവശ്യ ചെലവുകൾ വർദ്ധിപ്പിക്കും. പേഴ്സണൽ ലോൺ എളുപ്പത്തിൽ കിട്ടുന്നത് കൊണ്ട് പലരും അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും ലോൺ എടുക്കാൻ പ്രേരിതരാകും. ഇത് സമ്പാദ്യം കുറയ്ക്കുകയും ചെലവ് കൂട്ടുകയും ചെയ്യും. മെഡിക്കൽ ആവശ്യങ്ങൾ, വിദ്യാഭ്യാസം തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പേഴ്സണൽ ലോൺ എടുക്കാൻ ശ്രമിക്കുക. ഏഴാമതായി, ലോണിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധിക്കാതിരിക്കുന്നത്. പലരും ലോൺ എടുക്കുമ്പോൾ അതിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ശരിയായ രീതിയിൽ വായിച്ചു നോക്കാറില്ല. പ്രോസസ്സിംഗ് ഫീസ്, കാലാവധിക്ക് മുൻപേ ലോൺ അടച്ചു തീർത്താലുള്ള പിഴ, വൈകി അടച്ചാലുള്ള ചാർജുകൾ എന്നിങ്ങനെയുള്ള പല ഒളിഞ്ഞിരിക്കുന്ന ചെലവുകളും പേഴ്സണൽ ലോണിൽ ഉണ്ടാകാം. ഇവയെല്ലാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അടുത്ത തവണ പേഴ്സണൽ ലോൺ എടുക്കുന്നതിന് മുൻപ് 2 തവണ ആലോചിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ആവശ്യത്തിന് മാത്രം ലോൺ എടുക്കുക. അനാവശ്യ കടക്കെണിയിൽ വീഴാതിരിക്കുക. ഓർക്കുക, സാമ്പത്തിക അച്ചടക്കമാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.